പറയാൻ പോയത് ഈ വിഷയത്തിൽ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടാൻ നിൽക്കുകയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുണ്ട്. ഞങ്ങൾ കാണുന്നത് നമ്മളുടെ കടലിന്റെ മക്കളുടെ സ്ഥിതി മഹാമോശമാണ്. കേരളത്തിൽ പലവരും BPL സ്ഥിതിയിലാണ് ജീവിക്കുന്നത്. ബിലോ ദ പോവർട്ടി ലൈനാണ് അവരുടെ സ്ഥിതി. അവർക്ക് ഓരോരോ കാലത്ത് കോവിഡ് സമയത്ത് മഹാമോശമായിരുന്നു. പക്ഷെ അതിനു മുമ്പും അത് കഴിഞ്ഞിട്ടും ഭയങ്കര ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു കുടുംബം, ഒരു സമുദായമാണ്. ഈ മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്റെ അഭിപ്രായത്തിൽ രണ്ടഭിപ്രായമില്ല. എല്ലാവരും ഒരേ ഒറ്റക്കെട്ടാൻ നിൽക്കുന്നത്. നിങ്ങൾ പറയണത് അവർക്ക് പല ആവശ്യങ്ങളുണ്ട്. സാൻഡ് മൈനിങ്ങിന്റെ പേരിൽ വന്നിട്ട് നിങ്ങൾ ഈ മണ്ണെടുക്കാൻ വന്ന ശേഷം ഈ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ഇമ്പോസിബിൾ ആവും. അവർക്ക് മത്സ്യങ്ങൾ പിടിക്കാനുള്ള സാധ്യത കാണില്ല എന്ന് പറഞ്ഞാൽ അതൊരു അന്യായമല്ലേ? ആ അന്യായത്തിന്റെ എതിരാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ലോയിനെ പിൻവലിച്ചിട്ട് സാൻഡ് മൈനിങ്, പ്രത്യേകിച്ച് കൊല്ലത്തിന്റെ ഭാഗത്ത് നിങ്ങൾക്കറിയാമല്ലോ, ആ കൊല്ലം ബാങ്ക് എന്ന് പറയുന്നത് പൊളിഞ്ഞു പോകും. അതിനെ ഉറപ്പുമായിട്ട് നിർത്തണം. അതിന്റെ ആ ബില്ലിനെ പിൻവലിക്കണം എന്നാണ് ഞങ്ങളുടെ ആദ്യത്തെ ആവശ്യം. അതിന്റെ അതീതമായിട്ട് മത്സ്യത്തൊഴിലാളികൾ പല കാര്യങ്ങൾ ആവശ്യപ്പെട്ടതിനെക്കുറിച്ച് ഒരു സിംപത്തറ്റിക് കൺസിഡറേഷൻ ആവശ്യമുണ്ട്. കെറസീൻ വിഷയത്തിൽ അവർ കുറേ കാലമായി പറയുന്നു അവർക്ക് അവരുടെ ബോട്ട്സ് നടത്താനുള്ള മാർഗമില്ല. കെറസീന് സബ്സിഡിയായിട്ട് കൊടുക്കണം. ഈ മത്സ്യത്തൊഴിലാളികൾ രജിസ്റ്റേർഡ് മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമായിട്ട് അതൊന്നും അത്യാവശ്യമാണ്. അതിന്റെ ഒപ്പം നമുക്കറിയണമല്ലോ, ഈ അവരുടെ ഈ കടലാക്രമണം കാണുന്ന തീരദേശം അങ്ങനെ ഒലിഞ്ഞു പോവുകയാണ്. എന്റെ സ്വന്തം മണ്ഡലത്തിൽ 64 സ്ക്വയർ കിലോമീറ്ററാണ് ഈ 15 വർഷക്കാലം ഞങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് കടലാക്രമണത്തിന് കാരണം. അതിന്റെ ഇതിൽ പുളിമുട്ടും കടൽ ഭിത്തിയും കെട്ടാനുള്ള നിർബന്ധം അത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും പരസ്പരം വിരൽ ചൂണ്ടിയാൽ പോരാ. ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ നിൽക്കണം. ഇങ്ങനെയുള്ള ഓരോരോ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഒറ്റക്കെട്ടാൻ നിൽക്കുന്നത്. ഈ വിഷയത്തിൽ, ഈ പ്രതിഷേധത്തിൽ എല്ലാ മലയാളി MPമാരും എന്റെ അഭിപ്രായത്തിൽ, എന്റെ അറിവിൽ രണ്ടഭിപ്രായമില്ല. എല്ലാവരും ഒരേ ഒറ്റക്കെട്ടാ വന്നിരിക്കുന്നത്. ധനമന്ത്രിയും മുഖ്യമന്ത്രിയും കൂടി കേരള ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ല, ഗവർണർ ഞങ്ങളെ ക്ഷണിച്ച് ഭക്ഷണം തന്ന് സംസാരിക്കാൻ ആഗ്രഹിച്ചത് ഒരു നല്ലൊരു കാര്യമാണ്. അതിശയമാണത്. ഇതൊന്നും മുമ്പൊന്നും കാണാത്തൊരു വിഷയമാണ്. അതിന്റെ ഒപ്പം അദ്ദേഹം പറഞ്ഞു, ഞാനും നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക. ഏതൊക്കെയാണ് വിഷയങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിൽ കേരളത്തെ നന്നാക്കാൻ വേണ്ടി ഞാനും നിങ്ങളുടെ ഒപ്പം ഉണ്ടെന്ന്. അത് കേൾക്കാൻ എനിക്ക് വലിയ സന്തോഷം തോന്നി. അത്ര ഞാൻ പേഴ്സണലി അതെ. പക്ഷെ ഞാൻ സ്ട്രെസ് ചെയ്തൊരു പേഴ്സണൽ സ്റ്റാൻഡാണ്. ഞാൻ വിവാദം ഉണ്ടാക്കാനല്ല. അദ്ദേഹം കാണിച്ച മര്യാദയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാനൊന്നും വേറെ രാഷ്ട്രീയ കാര്യമൊന്നുമില്ല. മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി സ്ട്രോങ് ആയി നിൽക്കുന്ന മാത്രമല്ല.